ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സംഭവം നമ്മുടെ വീഡിയോ നേരത്തെയാണ്, കാരണം നാട്ടിലെ സമയം ഇവിടുത്തെ സമയം അവിടുത്തെ സമയം നാട്ടിലെ സമയം തമ്മിൽ 2.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇപ്പം വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പം പരിപാടി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കാര്യം ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ മാർക്കറ്റിലോട്ട് വരാം. ഞാൻ പോള് കണ്ടു. ലാഭത്തേക്കാൾ കൂടുതൽ നഷ്ടം സംഭവിച്ചവരാണ് ഇന്ന്. ഓക്കെ, അതിൻ്റെ കാരണം കൂടെ ഞാൻ പറയാം. മാർക്കറ്റ് ഇന്ന് ഏകദേശം 100 പോയിൻറ്റ് 100 പോയിൻറ്റിനടുത്ത് ഗ്യാപ് ഡൗൺ ആയിരുന്നു. ഞാനിന്ന് രാവിലെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടായിരുന്നു, ഒരു പാരലൽ ട്രെൻഡ് ലൈൻ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ മനസ്സിലൊന്ന് വെച്ചേക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗൺ തന്നു അല്ലേ. ഗ്യാപ് ഡൗൺ തന്നതിന് ശേഷം കറക്റ്റായിട്ട് നമ്മൾ വരച്ച ട്രെൻഡ് ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്തു. നോക്കിക്കേ, സപ്പോർട്ട് എടുത്തു. അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് നേരെ മുകളിലോട്ട് പോയി. ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നത്തെ ഇവിടെയാണ് ഈ പോയിന്റിൽ വെച്ചാണ്. ഈ പോയിന്റിൽ വെച്ച്, അതായത് നമ്മുടെ ഈ ബ്ലൂ ലൈൻ്റെ പോയിന്റ് വെച്ച് ഞാൻ പറഞ്ഞു ഇന്നത്തെ ക്ലോസിങ് പറഞ്ഞാൽ ഇതാണ്. ഇന്നലത്തെ ക്ലോസിങ് SL വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ട്രേഡ് നോക്കാം എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ പലരും എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചു. ഇന്നലത്തെ ചിന്തയായിരുന്നു അവരുടെ കയ്യിൽ. ഇന്നലത്തെ അതേ സിനാരിയോ തന്നെ ഇന്നും ആവർത്തിക്കും എന്നുള്ളൊരു ധാരണ വെച്ചിട്ട് ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയപ്പോൾ ചാടിക്കേറി എടുത്തു നഷ്ടം വന്ന ധാരാളം ആൾക്കാർ ഇന്ന് ഉണ്ട്. ഞാൻ പറഞ്ഞു ഇത് സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. ഇത് സ്റ്റോപ്പ് ലോസ് ഇട്ടുവാണ് നിങ്ങൾ ട്രേഡ് പ്ലാൻ. കാരണം ചിലപ്പോൾ ചെറിയ സ്റ്റോപ്പ് ലോസിന് ഇച്ചിരി നീളം കൂടുതലാണ്. കാരണം വെച്ചാൽ നമുക്ക് അറിയത്തില്ല റിജക്ഷൻ എവിടെ നിന്നാണ് വരുന്നത്. ചിലപ്പം ഒരുപക്ഷെ ഇവിടുന്ന് റിജക്ഷൻ വരാം, അല്ലെങ്കിൽ ഇവിടുന്ന് റിജക്ഷൻ വരാം. ഈ 2 പോയിൻ്റാണ് നമുക്ക് റിജക്ഷൻ ഏരിയ ആയിട്ടുള്ളത്. അപ്പം ഇവിടെ നമ്മൾ SL വെച്ചാലുള്ള കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാഷ് അടിച്ച് നമ്മുടെ SL അടിച്ച് പോകാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ SL വെച്ചിരുന്നെങ്കിൽ, ഇവിടെ നമ്മൾ കയറിയവർ ഇവിടെ നമ്മൾ SL വെച്ചിരുന്നെങ്കിൽ നമ്മുടെ SL അടിച്ച് പോകും. കാരണം എന്താ ഈ ഗ്രീൻ ക്യാൻഡിൽ കൊണ്ട് നമ്മുടെ SL അടിച്ച് പോവും. അതുകൊണ്ടാണ് SL അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഇവിടം വരെ. കാരണം മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ച് നോക്കിയാലും, പിന്നെ അല്ലാതെ നമ്മൾ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ വെച്ച് നോക്കിയാലും മാർക്കറ്റ് താഴോട്ട് വരാനുള്ള ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് നെഗറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യതയായിരുന്നു കൂടുതൽ എന്നാണ് ഞാൻ അനുമാനിച്ചത്. അതുപോലെ തന്നെ ഞാൻ വിചാരിച്ച പോലെ തന്നെ നല്ല ഒരു ഏകദേശം ഒരു 100 പോയിൻറ്റിൻ്റെ നല്ലൊരു ക്യാൻഡിൽ നമുക്ക് കിട്ടി. അപ്പോൾ അതിൽ ഞാൻ ഒപ്പം തന്നെ മെസ്സേജ് ഇടുകയും ചെയ്തു അല്ലേ. അപ്പം തന്നെ നമുക്ക് ഒരു നല്ലൊരു പ്രോഫിറ്റ് കിട്ടി, അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റി. പക്ഷേങ്കിൽ പലരും ഈ ഒരു ക്യാൻഡിൽ കണ്ടുകൊണ്ട് ഇവിടുന്ന് എടുത്തവരുണ്ട്. അവർക്കൊക്കെ നല്ല നഷ്ടം പറ്റിയിട്ടുമുണ്ട്. കാരണം ഈ ഒരു ക്യാൻഡിൽ നമ്മുടെ ക്രൈറ്റീരിയ പോലും ഫുൾഫിൽ ആയിട്ടില്ല. ഉണ്ടോ? നിങ്ങൾ നോക്കുക, ഈ ബ്ലൂ ലൈൻ്റെ മുകളിൽ 75% ഒരു ഫുൾ ബോഡി ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ക്യാൻഡിൽ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വീണു, വീണ്ടും അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ഗ്രീൻ ക്യാൻഡിൽ വീണ് കഴിഞ്ഞപ്പം ഇന്നലെ അങ്ങനെ ഒരു സിനാരിയോ ഉണ്ടായതുകൊണ്ട് ഇന്നും അങ്ങനെ തന്നെ സംഭവിക്കും എന്നുള്ള ധാരണയിൽ ആൾക്കാർ അവിടെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്ത് നഷ്ടത്തിലിറങ്ങി. പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ ഒരു അനുഭവമാണ്. ഓക്കെ, അനുഭവമാണല്ലോ ഗുരു. അപ്പം അതുകൊണ്ട് ഓക്കെ, അത് മനസ്സിലാക്കിയിരിക്കുക. ഇങ്ങനെയുള്ള സിനാരിയോയിൽ കൃത്യമായി നമുക്ക് എൻട്രി പോയിൻ്റ് നമ്മൾ കൺഫേം ചെയ്തിട്ട് മാത്രമേ ഒരു ട്രേഡിനകത്തിൽ എൻട്രി എടുക്കാവൂ. ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെയാണ് നമ്മൾ ട്രേഡ് പറഞ്ഞത് അല്ലേ. ട്രേഡ് പറഞ്ഞപ്പോൾ എടുത്തവർ ഈ ഗ്രീൻ ക്യാൻഡിൽ കണ്ട് ഇട്ടിട്ട് ഓടിയവരുണ്ട്. രണ്ടാമത്തെ സിനാരിയോ. ആദ്യം ഒരു സിനാരിയോ കഴിഞ്ഞു. രണ്ടാമത്തെ സിനാരിയോ എടുത്തവരുണ്ട്, പറഞ്ഞത് അനുസരിച്ച് എടുത്തു. എടുത്തെങ്കിലും ഈ ക്യാൻഡിൽ കണ്ടിട്ട് ഇറങ്ങി ഓടി. ഇതാണ്ട് ബുള്ളിഷ് ക്യാൻഡിലാണ്, മേലോട്ട് മാർക്കറ്റ് പോകുമെന്ന് പറഞ്ഞ് ഇത് ഇറങ്ങി ഓടിയതിന് ശേഷം മാർക്കറ്റ് നേരെ താഴോട്ട് പോകുന്നു. നല്ലൊരു പ്രോഫിറ്റ് അവർക്ക് നഷ്ടമായി. അവർ അവസാനം നഷ്ടത്തിൽ ഇറങ്ങേണ്ടി വന്നു. ഈ 2 സിനാരിയാണ് ഇവിടെ സംഭവിച്ചത്. ഓക്കെ, അപ്പം കാര്യം മനസ്സിലായല്ലോ. അതിന് ശേഷം മാർക്കറ്റ് പിന്നെയും നമ്മുടെ അതേ കറക്റ്റ് നോക്കിയ ട്രെൻഡ് ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും തിരിച്ചു കയറി. പിന്നെ നമുക്ക് ഈ മേളത്തെ ഹൈ ആണ് നമ്മുടെ ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ ആ റേഞ്ചാണ്, ആ ലെവലാണ് നമ്മളുടെ ഒരു പോയിൻ്റ്, ഒരു മാർക്കറ്റ് എങ്ങോട്ട് തിരിയും എന്നുള്ളതിനെ തീരുമാനിക്കുന്ന ഒരു ലെവലായിരുന്നു ആ ഇന്നലത്തെ ക്ലോസിങ്. നോക്കിയ പല പ്രാവശ്യം ഇന്നലത്തെ ക്ലോസിങ്ങിലൂടെ ഒന്ന് മാർക്കറ്റ് തിരിച്ചു. അപ്പം നമുക്ക് ഇതിനകത്ത് മാർക്കറ്റ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുമായിരുന്നു അല്ലേ, അപ്പം പല ഞാൻ ഏകദേശം 3 ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ചു. ഇതൊരെണ്ണം ഉപയോഗിച്ചു, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരെണ്ണം ഉപയോഗിച്ചു. എല്ലാം സെൽ സൈഡ് മാത്രമേ ഉള്ളായിരുന്നേ.
എല്ലാം താഴോട്ട് മാത്രം ട്രേഡുകളാണ്. ഇവിടെ വന്നപ്പം ഷോർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു എവരി ഹൈ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു സെൽ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അങ്ങനെ എത്ര ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടി? 1, 2, 3, 4 ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ 3 ഓപ്പർച്യൂണിറ്റി ഞാൻ യൂട്ടിലൈസ് ചെയ്തു. പലരും പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചോടെ എല്ലാം ഞാൻ പറഞ്ഞു നിങ്ങൾ സമാധാനത്തെ, പക്ഷേ എല്ലാവർക്കും അങ്ങ് വെപ്രാളമാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. വെപ്രാളം കൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും ട്രെയിൻ എടുത്തിട്ട് എവിടെയെങ്കിലും ഇട്ടിട്ട് ഇറങ്ങി ഓടുന്ന ഒരു സ്വഭാവമാണ് ഇപ്പോൾ ഇന്ന് മുഴുവൻ ഞാൻ കണ്ടത്. അപ്പോൾ അങ്ങനെ ഓടിയിട്ട് യാതൊരു കാര്യമില്ല. അത് ഒരു നല്ല ട്രേഡറിൻ്റെ ലക്ഷണമല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി കൃത്യമായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഉണ്ട് ഇല്ലേ? ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുന്നതിപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കാതെ മാറി നിൽക്കുക ഇല്ലേ? അതിനുശേഷം ഇവിടെ വന്നാൽ നോക്കിക്കുക, ഇവിടെ നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് ഇല്ല. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്തെങ്കിൽ നമ്മുടെ ക്രൈറ്റീരിയ ഇവിടെ ഫുൾഫില്ലായി. നോക്കിക്കുക നിങ്ങൾ, ക്രൈറ്റീരിയ ഫുൾഫില്ലായി ഇല്ല. ഒരു നല്ല ഒരു ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് ക്ലോസിങ് കിട്ടിയില്ല. ഇവിടെ കിട്ടിയില്ല. അപ്പോൾ പിന്നെ നമുക്കവിടെ ട്രേഡ് ഇല്ല. നമുക്കപ്പോൾ അവിടുന്ന് താഴോട്ടുള്ള ട്രേഡ് മാത്രമേ ഉള്ളൂ. അഥവാ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ ചെറിയ സ്റ്റോപ്പ് ലോസേ ഉള്ളൂ ഇല്ല. ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ആ ഹൈക്ക് മുകളിൽ നമ്മൾ ക്ലോസ് ചെയ്തോ ഇല്ല, അവിടെ തട്ടി തിരിച്ചു പോരുമായിരുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു ട്രേഡ് മനസ്സിലാക്കി മാത്രമേ ട്രേഡിന് വേണ്ടി ട്രേഡ് എടുക്കാതെ കറക്റ്റായിട്ട് നമ്മൾ ട്രേഡിൻ്റെ സ്വഭാവം മനസ്സിലാക്കി, ചാർട്ടിൻ്റെ സ്വഭാവം മനസ്സിലാക്കി മാത്രം നമ്മൾ ട്രേഡ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇങ്ങനെ ചാടി കയറി നമ്മൾ ട്രേഡ് എടുത്ത് അവസാനം ഇറങ്ങി ഓടി കഴിയുമ്പോൾ മാർക്കറ്റ് നമ്മൾ വിചാരിച്ച വഴിക്കൂടെ പോകുന്നു. അതൊക്കെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഞാൻ എടുക്കാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു, ഞാൻ എടുത്ത് കഴിയുമ്പോൾ മാർക്കറ്റ് ആ വഴിക്ക് പോയി എന്ന് പറയും. പക്ഷേ അത് അങ്ങനെയല്ല. നിങ്ങളുടെ വ്യൂവും എൻട്രി തെറ്റിപ്പോയത് മാർക്കറ്റ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ അത് അത്രയും പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു. അപ്പോൾ നാളെ മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ മാർക്കറ്റ് ഇന്നും എന്താണ്, എവിടെയാണ് മൂഷികസ്ത്രീ വീണ്ടും മൂഷികസ്ത്രീ ആയെന്ന് പറഞ്ഞ കണക്ക് മാർക്കറ്റ് എവിടെയാണോ ഇന്നലെ ഈ വന്ന് ക്ലോസ് ചെയ്തത് ആ റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് ഇന്നും വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇല്ലേ? ഇന്നലത്തെ മാർക്കറ്റ് ക്ലോസിങ് കൂടെയായിരുന്നു. ഏകദേശം ആ ഏരിയയിൽ തന്നെയാണ് മാർക്കറ്റ് 913 ഇന്ന് അവിടെ ആ ഏരിയയിൽ തന്നെ 913 കറക്റ്റ് ഇന്നലത്തെ ക്ലോസിങ് തന്നെയാണ് മാർക്കറ്റ് ഒന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം നാളെ എന്ത് സംഭവിക്കുന്നുള്ളത് നോക്കുക. ഓക്കെ, അപ്പം ഇത് നമുക്ക് ഈ ലൈൻ വേണ്ട, ആ ലൈൻ നമുക്ക് മാറ്റി വരയ്ക്കാം. ഈ ലൈൻ നമുക്ക് ഇനി ഇതായിരിക്കും നമ്മുടെ റേഞ്ച് ലൈൻ. നമുക്ക് റേഞ്ച് ലൈൻ വരയ്ക്കാം. ഇത് നമുക്ക് ഇതാണ് നമ്മുടെ നാളത്തെ റേഞ്ചിൻ്റെ അപ്പർ സർക്യൂട്ട്. താഴത്തേത് ഇത് തന്നെയാണ്, ഇതിന് മാറ്റമൊന്നും വരുത്തുന്നില്ല, ആ ലൈൻ തന്നെയാണ്. ഓക്കെ, ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എങ്ങോട്ട് പോകും നോക്കുക. ബാക്കിയെല്ലാം അതുപോലെ തന്നെ അവിടെ കിടപ്പുണ്ട്, ഒരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല. നമ്മൾ കൂടുതലൊന്നും ഒത്തിരി വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ റേഞ്ച് വിട്ട് മാർക്കറ്റ് എങ്ങും പോയിട്ടില്ല ഇല്ലേ? അവിടെ തന്നെ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുക. അപ്പോൾ മാർക്കറ്റ് എങ്ങോട്ടെങ്കിലും ഒരു പരിധി വിട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ട്രേഡിനെ പറ്റി ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയെല്ലാം അതുപോലെ തന്നെ അവിടെ കിടപ്പുണ്ട്. ഇതിനകത്ത് മാർക്കറ്റ് എങ്ങോട്ട് ഓപ്പൺ ചെയ്ത് ഇങ്ങോട്ടോ എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് മാർക്കറ്റിന് മുന്നോട്ട് പോകാനോ താഴോട്ട് പോകാനോ ഒരു കാരണം ഇതുവരെ കിട്ടിയിട്ടില്ല. താഴോട്ട് പോകാനുള്ള കാരണങ്ങൾ മാത്രമേ ഉള്ളൂ, മുന്നോട്ട് പോകാനുള്ള കാരണങ്ങളൊന്നും മാർക്കറ്റിൽ കാണുന്നില്ല. കാരണം ട്രംപിൻ്റെ വായിൽ നിന്ന് വരുന്ന ഗുളികനുസരിച്ചിരിക്കും മാർക്കറ്റിൻ്റെ ഗതി. അപ്പം ഇന്ത്യയെ പറ്റി ഇപ്പോൾ ധാരാളം കണ്ടമാനം കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണോ വരുന്നത് അതനുസരിച്ച് മാർക്കറ്റ് അതിനോട് പ്രതികരിക്കും. അപ്പോൾ താഴോട്ട് ഉള്ള സാധ്യത നമ്മൾ തള്ളിക്കളയണ്ട. ഏതെങ്കിലും കാരണവശാൽ 22,900 ഇപ്പം ഭയങ്കര 23,000 ആയിരുന്നു, ഇപ്പോൾ 22,900 ആയി ആ സപ്പോർട്ട്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ 22,877 ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ലെവൽ 22,800, അതായത് 22,798, 22,800 അത് നമുക്ക് പറയാം. ആ 22,800 പൊട്ടി താഴെ പോയി ഒരു 15 മിനിറ്റ്, 22,800 താഴെ 15 മിനിറ്റ് ക്യാൻഡിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിൽ വീണ്ടും ഒരു ഫോൾ നമുക്ക് കാണാം. പക്ഷേ അതിന് സർക്കാർ സമ്മതിക്കുമോ ഇല്ലെന്നുള്ളതാണ്. സർക്കാർ DA ഉപയോഗിച്ച് മാർക്കറ്റിനെ താങ്ങി നിർത്താൻ നോക്കും. പക്ഷേ എത്ര നാൾ താങ്ങി നിർത്തും, അതാണ് ചോദ്യം. എത്ര നാൾ താങ്ങി നിർത്തും? അപ്പം മാർക്കറ്റിൽ ഒരു അനിശ്ചിതാവസ്ഥയ്ക്കുള്ള സാഹചര്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നോക്കിക്കണ്ട് സൂക്ഷിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. അപ്പം മറ്റന്നാളാണ് നമ്മുടെ സെമിനാർ. ഓക്കെ, അപ്പം അതിൽ കുറച്ച് പേരെങ്കിലും നേരിൽ കാണാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല ചൂടാണ് നാട്ടിൽ, അവിടെ നിങ്ങൾ വന്നപ്പോഴും നല്ല ചൂടാണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.